ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് BSc നഴ്സിംഗ് ഇന്ത്യയിൽ പഠിക്കുന്നതും യൂറോപ്പിൽ പഠിക്കുന്നതും അതിന്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്ന നിൽക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസ് നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യും. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സോ ഇന്ത്യയിലും യൂറോപ്പിലും തമ്മിലുള്ള വ്യത്യാസം, BSc നഴ്സിംഗിന്റെ വ്യത്യാസം, മെയിൻ ഡിഫറൻസ് ആണ് ക്ലാസ് ഹവേഴ്സ്, ഇയേഴ്സ്. അതായത് ക്ലാസ് ഹവേഴ്സ് ഉച്ച വരെയാണ് ക്ലാസ് ഉള്ളൂ, അതും വല്ലപ്പോഴും ആണ് ക്ലാസ് ഉള്ളൂ. അതുപോലെ തന്നെ അത് ഓരോ കൺട്രീസ് ഡിപ്പെൻഡ് ചെയ്ത് അനുസരിച്ച്. അതായത് നമ്മുടെ നാട്ടിലത്തെ അത്രയും ക്ലാസ് കൂടി ഇല്ല. നമ്മുടെ നാട്ടിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമായിട്ട് ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതെങ്ങനെയാണ് ഡിഫറെൻ്റ് ആക്കുന്നത്, അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ യൂറോപ്യൻ കൺട്രീസിൽ ഓൾമോസ്റ്റ് ക്ലാസ് ഉള്ളത് രാവിലെ മുതൽ ഉച്ച വരെ, ഒന്നരാടം അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ക്ലാസ് 3 ക്ലാസ് അങ്ങനെയൊക്കെ. ഡിസംബറിൽ ലീവ്, അങ്ങനെയാണ്. ഒരുപാട് സ്ട്രെസ് ഇല്ല. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ പോലെ രാവിലെ ഉച്ച വരെ ക്ലാസ്, ഉച്ച കഴിഞ്ഞ് പോസ്റ്റിങ്, അല്ലെങ്കിൽ വൈകുന്നേരം വരെ ക്ലാസ്, അത് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫുൾ ഡേ പോസ്റ്റിങ്, ഇങ്ങനെയുള്ള സ്ട്രെസ്സും കാര്യങ്ങളും ഇവിടെ വരുന്നില്ല. കാരണം ഞാൻ അന്വേഷിച്ചായിരുന്നു. നമ്മുടെ MCAST എന്നൊരു യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെ നേഴ്സിംഗ് പഠിക്കുന്ന ഒരുപാട് മലയാളി വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ നാട്ടിലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ സ്ട്രെസ് തീരെ ഇല്ല, സ്ട്രെസ് ഫ്രീ ആണ്, സ്റ്റഡി എൻവയോൺമെന്റും നല്ല അടിപൊളിയാണെന്നാണ് അവർ പറഞ്ഞത്. സോ അതുപോലെ തന്നെ ജർമ്മനിയിലൊക്കെ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, കിടന്നുകൊണ്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉണ്ട്. സോ അപ്പോൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ രാവിലെ വരെ വൈകുന്നേരം വരെ ക്ലാസ്, പോസ്റ്റിംഗ്, കമ്മ്യൂണിറ്റി പോസ്റ്റിംഗ്, ഇതെല്ലാം ഉണ്ട്. ഇവിടത്തെക്കാളും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇപ്പൊ ക്ലാസ് തുടങ്ങിയ ഒരുപാട് കുട്ടികൾക്ക് അറിയായിരിക്കും എന്താണ് നേഴ്സിംഗ്, എങ്ങനെയാണ് നേഴ്സിംഗ്, എന്താണ് അതിന്റെ സ്ട്രെസ് കാര്യങ്ങളൊക്കെ. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഭയങ്കര ടഫാണ് എന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. കാരണം ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസ് MCAST-ലും അതുപോലെ ഒരുപാട് കോളേജസ് കൂടെ ഉണ്ട്, അവിടെയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ട സമയത്ത് അവർ പറഞ്ഞൊരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ഇവിടുത്തെ നേഴ്സിംഗിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹവേഴ്സ് കുറവാണ്. 3 വർഷത്തെ കോഴ്സാണ്. 3 വർഷത്തെ കോഴ്സ്. ജർമ്മനിയിലൊക്കെ ഈ കോഴ്സ് ഫ്രീ ആണ്, പക്ഷെ ഇവിടെയൊക്കെ നല്ല എമൗണ്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് അതിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നിങ്ങൾക്ക് 2 മണിക്കൂർ ക്ലാസ്, ഉച്ച വരെ ക്ലാസ്, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. സോ അതാണ് ഇവിടുത്തെ മെയിൻ ഡിഫറൻസ്. ഇനി ഉള്ള ചോദ്യം, ഇന്ത്യയിലാണോ യൂറോപ്പിലാണോ നേഴ്സിംഗ് പഠിക്കാൻ ബെറ്റർ? നേഴ്സിംഗ് എവിടെ പഠിക്കണം, ഏതാണ് ബെറ്റർ എന്നുള്ളത്. നമ്മളൊരു യൂറോപ്യൻ കൺട്രിയിൽ നേഴ്സിംഗ് പഠിച്ചാൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പോകുന്നത് നമ്മുടെ ലാംഗ്വേജ് സ്കില്ലായിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ് അതായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണം. നമുക്ക് ഏറ്റവും കൂടുതൽ സ്കില്ല് കിട്ടാൻ പോകുന്നത് നമ്മുടെ ലാംഗ്വേജിലായിരിക്കും. സോ നമ്മുടെ ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാംഗ്ലൂര് അവിടെയൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ പോലും എല്ലാവരും പറയും ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആവും. ബട്ട് കൂടുതൽ സ്റ്റുഡൻസ് മലയാളീസാണ്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ബെറ്റർ ആവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ഇവിടെ മലയാളീസും ഉണ്ട്, പക്ഷേ കൂടുതലും നിങ്ങൾ ഇംഗ്ലീഷ് എക്സ്പോഷറിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ഈസി ആയിരിക്കും. നല്ല മഴ പെയ്യുന്നുണ്ട്, അത് കാരണം പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യും. സോ നമുക്ക് പറയാൻ ഉദ്ദേശിച്ചത് സിലബസ് പ്രകാരം നോക്കുമ്പോൾ ഇവിടുത്തെ സിലബസ് വേറെയാണ്. എക്സാം അല്ല ഇവിടെ ക്വിസ്, അസൈൻമെന്റ്സ്, ഗ്രൂപ്പ് വർക്ക്, സെമിനാർ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. പ്രസന്റേഷൻസും കാര്യങ്ങളൊക്കെയാണ്. സോ അത് ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ നാട്ടിലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ എക്സാമിനേഷൻ അല്ല ഇവിടെ ഫുള്ള് ഞാൻ പറഞ്ഞ പോലെ ക്വിസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതും ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ആണ്. സോ ഇനിയുള്ള ചോദ്യം, ഇന്ത്യയാണ് യൂറോപ്പാണോ ബെറ്റർ? സോ ഞാൻ പറയുന്നു ഇന്ത്യ എന്ന്. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്ട്രെസ്സും, എഴുതാനും, ഉറക്കമൊളിച്ചിരുന്ന് എഴുതാനും, ഇങ്ങനെയൊക്കെ പഠിച്ച് വരുന്ന ആൾക്കാർ, ഉറക്കമൊളിച്ചിരുന്ന് എഴുതി രാവിലെ മുതൽ വൈകിട്ട് വരെ സ്ട്രെസ് അടിച്ച് പഠിക്കുന്ന ആൾക്കാർ, സോ അവർ അത്ര സ്ട്രെങ്ത് ഉള്ളവരായിരിക്കും. അതായത് നമ്മൾ ഇന്ത്യയിൽ പഠിച്ചിറങ്ങിയ നമ്മൾ വേറെ എവിടെ ചെന്നാലും ഏത് എഡ്യൂക്കേഷൻ ഹാൻഡിൽ ചെയ്യാനും പ്രാപ്തരായിരിക്കും. കാരണം നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കിടക്കാം. കാരണം ഇത്രയും ഇതേപോലെ രാവും കൊണ്ട് വൈകുന്നേരം വരെ ഇവിടുത്തെ ഒരു സ്റ്റുഡൻസ് ഇരിക്കില്ല, ഒരിക്കലും ഇരിക്കാൻ പോകുന്നില്ല അവർ. നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെയാണ്. അത്ര ഇതായിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഷുവറായിട്ട് പറയാൻ പറ്റിയൊരു കാര്യമാണ്, ഏതൊരു സിറ്റുവേഷനും ഏതൊരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചാൽ അതായിരിക്കും അതിൻ്റെതായൊരു നല്ലത്, ബെറ്റർ അതായിരിക്കും. സോ അങ്ങനെയാണ് നമുക്ക് അത് മെയിനായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മൾ ഇവിടുത്തെ, അതായത് യൂറോപ്യൻ കൺട്രീസിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. നല്ല രീതിയിൽ നമുക്ക് പഠിക്കാം, ഒരുപാട് സ്ട്രെസ് ഇല്ല. പക്ഷേ ഇന്ത്യയിൽ പഠിച്ച സ്ട്രെസ് അനുഭവിച്ചവന് ലോകത്ത് എവിടെ ചെന്നാലും അതൊരു വാല്യൂ തന്നെയാണ്. സോ രണ്ടും നല്ലതാണ്, പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാര്യം മഴ വരുന്നു. അടുത്തൊരു വീഡിയോയിലോട്ട് കാണാം നമുക്ക്. ശരി, ബൈ.